ജാനകി. ഭാഗം 1. സന്തോഷത്തിലാണോ? അല്ല. സങ്കടമാണോ? അറിയില്ല. എന്തിനാ ഇത്ര ദേഷ്യം? അതും അറിയില്ല. ആരോടാ ദേഷ്യം? എന്നോട് തന്നെ. എന്റെ സ്വകാര്യതയിലേക്ക് അനുവാദമില്ലാതെ കടന്നുകയറി ചോദ്യങ്ങൾ ചോദിക്കുന്നവനോടുള്ള അമർഷം ആ മറുപടിയിലുണ്ടായിരുന്നു. എന്താടോ പ്രശ്നം? ഇന്നത്തെ കാലത്ത് കേൾക്കാൻ ഒരാളെ കിട്ടുക എന്നത് വലിയ കാര്യമാണ്. പറയാൻ താല്പര്യമുണ്ടെങ്കിൽ തനിക്കെന്നോട് മനസ്സ് തുറക്കാം. അതിന് നിങ്ങളാരാണ്? എന്റെ മറുചോദ്യം അയാളുടെ വായടപ്പിച്ചു. ഒന്നും പറയാതെ അയാൾ തിരിഞ്ഞു നടന്നു. ഒരു നിമിഷം അയാൾ പോകുന്നത് നോക്കി നിന്നിട്ട് ഞാൻ വീണ്ടും വായനയിൽ മുഴുകി. ഞാൻ തളർന്നു. ശരീരവും ആത്മാവും മുറിഞ്ഞു. അയാളുടെ ഓർമ്മകൾ. അയാളെ പ്രേമിച്ച് പ്രേമിച്ച് രക്തഞരമ്പുകൾ അടഞ്ഞു. എനിക്ക് പെട്ടെന്ന് വയസ്സാകുന്നു. ഹൃദയം പണിപ്പെട്ട് ഓരോ തവണയും മിടിക്കുമ്പോൾ അയാളുടെ പേര് മുഴങ്ങുന്നു. കണ്ണുകൾ നൊന്തു ചിമ്മുമ്പോൾ അയാളുടെ മുഖം തെളിയുന്നു. സത്യമായും എനിക്ക് വയ്യ. മീരയുടെ നോവലുകൾ. KR മീര. ഭാരം തൂങ്ങുന്ന മനസ്സോടെ വീട്ടിലേക്ക് നടക്കുമ്പോഴും ആ അപരിചിതനെ ഞാൻ ഓർത്തു. അയാൾക്ക് എന്താണ് കാര്യം? സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ തേടി നടക്കുന്നു. വിഡ്ഢി. ചുണ്ടിൽ ഒരു പരിഹാസം വിരിഞ്ഞു. വീടിനുള്ളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഞാൻ വീണ്ടും എന്റെ മേലങ്കി അണിഞ്ഞു. ഒരു ഭാര്യയുടെ, ഒരു മരുമകളുടെ. എവിടെയായിരുന്നു? തന്നെ മൊത്തമായി ഒഴിഞ്ഞു നോക്കിയുള്ള അമ്മയുടെ ചോദ്യത്തിന് മറുപടിയായി കയ്യിലിരുന്ന 2 പുസ്തകങ്ങൾ ഞാൻ ഉയർത്തിക്കാണിച്ചു. എന്ന് മൂളിക്കൊണ്ട് അമ്മ വീണ്ടും പത്രത്തിലേക്ക് കണ്ണാഴ്ത്തി. ഓഫീസ് അവധിയായതുകൊണ്ട് ഏട്ടൻ മുറിയിൽ തന്നെയുണ്ടായിരുന്നു. കഴിഞ്ഞോ നിന്റെ ഊരുതണ്ടൽ? പുച്ഛത്തോടെയുള്ള ആ ചോദ്യത്തിന് മുന്നിൽ ഞാൻ നിസ്സംഗയായി നിന്നു. അല്ല, അറിയാൻ വേണ്ടി ചോദിച്ചതാ. എന്റെ സമ്മതമൊന്നും തമ്പുരാട്ടിക്ക് വേണ്ടല്ലോ. എല്ലാം തന്നിഷ്ടമല്ലേ? ഏട്ടാ, ഞാൻ ലൈബ്രറിയിൽ പോയതാണ്. ദൂരെ എങ്ങും പോയിട്ടില്ല. ആയിക്കോട്ടെ, എവിടെ പോകുമ്പോഴും ഒന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ ജാനി. ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല. അയാളുടെ ആ ദയനീയ ഭാവം എന്നിൽ പരിഹാസമാണ് നിറച്ചത്. പക്ഷെ അത് പുറത്തു കാണിക്കാതെ ഞാൻ അയാളുടെ അരികിലിരുന്നു. ഏട്ടൻ എന്നെ ചുംബിക്കുന്നുണ്ട്, കെട്ടിപ്പുണരുന്നുണ്ട്. അയാളുടെ കൈകൾ എന്നിൽ അലഞ്ഞു നടക്കുന്നു. പക്ഷെ ഒന്നും എനിക്ക് ആസ്വദിക്കാനായില്ല. ആ കൊഞ്ചൽ വാക്കുകളിൽ നാണം കൊണ്ട് തുടുക്കാൻ എനിക്കാകുമായിരുന്നില്ല. ഇരുളടഞ്ഞ വഴിത്താരയിലേക്ക് നോക്കി നിൽക്കെ എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സങ്കടങ്ങൾ ഒഴുക്കിക്കളയാൻ ഇരുട്ടിനേക്കാൾ നല്ലൊരു മറ വേറെന്തിനാണ്? എനിക്കെന്നോട് തന്നെ ദേഷ്യം തോന്നി. എപ്പോഴും ഇങ്ങനെ കണ്ണീർ വാർക്കാൻ നിനക്കെവിടെ നിന്നാണ് ഇത്രയും വെള്ളം കിട്ടുന്നത് എന്ന് ഞാൻ കണ്ണിനോട് ചോദിച്ചു. മുന്നിൽ കട്ടപിടിച്ച ഇരുട്ട്. ഒരു തീക്കളിട്ടിലെല്ലാം എരിച്ചുകളയാൻ എനിക്ക് തോന്നി. പക്ഷെ വീണ്ടും ഞാൻ തോൽക്കുന്നു. ഈ ബന്ധങ്ങളുടെ ചങ്ങലക്കണ്ണികളിൽ നിന്ന് ഒരു മോചനം ലഭിച്ചിരുന്നെങ്കിൽ, ദൂരേക്ക് ചിറക് വിരിച്ച് പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആഗ്രഹങ്ങൾ കയ്യെത്തിപ്പിടിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ. ഞാൻ മരിച്ച ആ ദിവസം എനിക്ക് ഓർമ്മ വന്നു. അല്ല, എല്ലാവരും ചേർന്ന് എന്നെ ജീവനോടെ കുഴിച്ചു മൂടിയ ദിവസം. ഞാൻ രണ്ടാമതും ആ കുഴിയിൽ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചു. ഇപ്പോഴും ഓരോ നിമിഷവും ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾ എത്ര തവണ മരിക്കും? സങ്കടം കടിച്ചമർത്തുമ്പോഴും പരിഹാസങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും നാം മരിക്കുകയാണ്. എന്തിനാണ് ഒരാൾക്ക് ഇത്രയേറെ മരണങ്ങൾ? നീ എന്താ ജാനി അവിടെ നിൽക്കുന്നത്? ചിന്തകളിൽ നിന്ന് ഞാൻ ഞെട്ടിയുണർന്നു. ബെഡിലിരുന്ന് എന്നെ നോക്കുന്ന ഏട്ടനെ കണ്ടപ്പോൾ അറിയാതെ തല താഴ്ന്നുപോയി. ഏട്ടൻ അടുത്തു വന്ന് എന്നെ ചേർത്ത് പിടിച്ച് കിടക്കയിലേക്ക് ചായുമ്പോൾ, എന്നിൽ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ നിർവികാരതയോടെ ഞാൻ കരുതി, ഇതാ എന്റെ അടുത്ത മരണം. പതിവ് പോലെ രാവിലെ എഴുന്നേറ്റു കുളിച്ചു. ഞാൻ വന്നതിൽ പിന്നെ അമ്മ അടുക്കളയിൽ കയറാറില്ല. എല്ലാ പണികളും ഞാൻ തന്നെ തീർത്തു. ദോശയും ചമ്മന്തിയും ഉണ്ടാക്കി ചായ തിളപ്പിച്ചു. ജാനി. പതിവ് വിളി വന്നു. മുറിയിലെത്തിയപ്പോൾ കുളി കഴിഞ്ഞ് മുടി തുവർത്തുന്ന ഏട്ടൻ. അലമാരയിൽ നിന്ന് ഷർട്ടും പാന്റും എടുത്തു വെച്ചു കൊടുക്കുമ്പോൾ അയാൾ പിന്നിലൂടെ എന്നെ കെട്ടിപ്പിടിച്ചു. ഹൃദയമിടിപ്പ് കൂടുകയോ വിറയലോ ഒന്നും എനിക്കുണ്ടായില്ല. പതിവ് പോലെ നിർവികാരതയോടെ ഞാൻ ആ പ്രവൃത്തിക്ക് വഴങ്ങിക്കൊടുത്തു. മാറ്റമില്ലാത്ത ദിവസങ്ങൾ, വിരസമായ പകലുകൾ, കണ്ണീരുണങ്ങാത്ത രാത്രികൾ. ഒരു രാത്രി അരണ്ട വെളിച്ചത്തിൽ എന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നവനെ ഞാൻ ശക്തമായി തള്ളിമാറ്റി. അയാളുടെ രസച്ചരട് മുറിഞ്ഞ ദേഷ്യത്തിൽ അയാൾ എന്നെ നോക്കി. എനിക്ക് സംസാരിക്കണം. ഇനിയും മിണ്ടാതിരുന്നാൽ ഞാനിവിടെ ചത്തു ജീവിക്കേണ്ടി വരും. അഴിഞ്ഞുലഞ്ഞ വസ്ത്രം നേരെയാക്കി ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ളൊരു പെണ്ണല്ല. പിന്നെ ആണാണോ? അയാളുടെ പരിഹാസം എന്നെ അസ്വസ്ഥയാക്കി. എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. ഞാൻ എന്റെ ജീവിതം തുറന്നു പറഞ്ഞു. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് എനിക്ക് എന്നെക്കുറിച്ച് വ്യക്തത വന്നത്. ഒരു പെണ്ണിന് ആണിനോട് തോന്നേണ്ട ആകർഷണമോ പ്രണയമോ എനിക്ക് ആരോടും തോന്നിയിട്ടില്ല. വീട്ടിൽ വിവാഹാലോചന വന്നപ്പോൾ ഞാൻ എന്റെ സ്വത്തും അവരോട് പറഞ്ഞു നോക്കി. പക്ഷെ ആരും അംഗീകരിച്ചില്ല. എല്ലാവരും ചേർന്ന് എന്നെ കൊടുക്കുകയായിരുന്നു. നിങ്ങളോട് ഞാൻ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടും നിങ്ങൾ എന്തിനാണ് എന്നെ കെട്ടിയത്? അയാൾ കുറച്ചുനേരം എന്നെ നോക്കി നിന്നു. എനിക്ക് സംശയമുണ്ടായിരുന്നു.
കിടപ്പറയിലെ നിന്റെ താല്പര്യമില്ലായ്മ കണ്ടപ്പോൾ. പക്ഷെ നീ ഇങ്ങനെ ഒന്നാണെന്ന് കരുതിയില്ല. അയാളുടെ മുഖത്തെ പരിഹാസം എന്നെ വേദനിപ്പിച്ചു. നിനക്കിനി എന്നിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കേണ്ട ജാനി. നാട്ടുകാരുടെ മുന്നിൽ എനിക്ക് വിലയുണ്ട്. അത് കളയാൻ ഞാൻ സമ്മതിക്കില്ല. കല്യാണത്തിന് മുന്നേ ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ കെട്ടില്ലായിരുന്നു. നീ അന്ന് തുറന്നു പറയാത്തത് നിന്റെ തെറ്റാണ്. പക്ഷെ നിന്റെ ഏട്ടന്മാർ പറഞ്ഞത് നിനക്ക് വാശി കൂടുതലാണെന്നാണ്. നിന്നെ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. ഞാൻ വിവാഹം കഴിച്ചു. ഇതിൽ എന്റെ ഭാഗത്ത് എന്താണ് തെറ്റ്? മറുപടിയില്ലാതെ ഞാൻ തല താഴ്ത്തി. തുറന്നു പറയാതിരുന്നത് എന്റെ തെറ്റാണെന്ന ചിന്ത എന്നെ പൊള്ളിച്ചു. ഞാൻ ഇനി എന്തു ചെയ്യും? നീ എന്റെ കൂടെ ജീവിക്കുക. മരണം വരെ. വേറെ വഴിയൊന്നുമില്ല. ഇനി വല്ല ഒളിച്ചോട്ടവുമാണ് നിന്റെ പദ്ധതിയെങ്കിൽ നീ അനുഭവിക്കും. അയാൾ കട്ടിലിലേക്ക് വീണു. അയാൾ ഉറക്കത്തിലേക്ക് ആഴുമ്പോഴും കണ്ണീർ വറ്റിയ കണ്ണുകളോടെ ഞാൻ നിസ്സഹായയായി നോക്കി നിന്നു. തുടരും.